എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ അംബാലയിലുള്ള ഒരേ ഒരു കാത്തലിക് ചർച്ചായ ഹോളി റെഡീമർ ചർച്ചിലത്തെ ക്രിസ്മസ് സെലിബ്രേഷൻ്റെ വിശേഷങ്ങളാണ്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞങ്ങൾ കാൽപ്പിയിൽ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ ക്രിസ്മസ് സെലിബ്രേഷൻ അറ്റൻഡ് ചെയ്തിട്ടുള്ള വിശേഷം പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അവിടെ നിന്ന് തിരിച്ചു വരുന്ന വഴിക്കാണ് ഞങ്ങൾ ഹോളി റെഡീമർ ചർച്ചിൽ പോയത്. അപ്പോൾ 1848 ബ്രിട്ടീഷുകാർ നിർമ്മിച്ച ഒരു പള്ളിയാണ് ഹോളി റെഡീമർ ചർച്ച് എന്നുള്ളത്. അപ്പോൾ കാൽപ്പിൽ നിന്ന് വരുന്ന വഴിക്ക് ഞങ്ങൾ കാറൊക്കെ കുറച്ച് ദൂരത്ത് പാർക്ക് ചെയ്തു. നല്ല തിരക്കായിരുന്നു. ഇത്രയും തിരക്ക് ഞങ്ങൾ എക്സ്പെക്റ്റ് ചെയ്തേ ഇല്ല. കഴിഞ്ഞ വർഷം ഞങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു, പക്ഷേ അന്നേരം ഇത്രയും തിരക്കുണ്ടായിരുന്നില്ല തോന്നുന്നു. അപ്പോൾ ഞങ്ങൾ കാറൊക്കെ കുറച്ച് ദൂരെ പാർക്ക് ചെയ്തിട്ട് പള്ളിയുടെ മുമ്പിലേക്ക് നടക്കുകയാണ്. അപ്പോൾ വഴി മുഴുവൻ ഇതേമാതിരി നിറയെ കച്ചവടക്കാരും ആൾക്കാരും ഒക്കെയാണേ. ഇപ്പോൾ ഹനി പോകുന്ന വഴിയിൽ തന്നെ ഇതൊക്കെ കണ്ടിട്ട് ടോയ്സ് വേണം പറഞ്ഞ് വാശിയൊക്കെ പിടിക്കുന്നുണ്ട്. പിന്നെ ഞങ്ങൾ എന്തായാലും അവിടെ ചേർച്ചിൽ പോയിട്ട് അത് കണ്ടിട്ട് അവിടുത്തെ ലൈറ്റ്സൊക്കെ കണ്ടിട്ട് വരാം, എന്നിട്ട് വാങ്ങിക്കാമെന്നും പറഞ്ഞിട്ട് ഹനിനെയും വിളിച്ചുകൊണ്ട് പോവാണ്. അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ഞങ്ങളുടെ കൂടെ വേറൊരു ഫാമിലി ഫ്രണ്ടും കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ അവരും ഉണ്ട്. ഞങ്ങളെല്ലാവരും ചേർന്നിട്ടാണ് പോകുന്നത്. കഴിഞ്ഞ വർഷം ഞാൻ കണ്ടായിരുന്നു, പക്ഷേ ഞാനത് ഇന്നലെ ആയിരുന്നു എന്നാണ് എൻ്റെ വിചാരം. ഞാൻ ഈ ലൈറ്റ് കാണാൻ വേണ്ടിട്ടാണ്. ഞാൻ ഇത്ര പ്രതീക്ഷിച്ചില്ല. നമ്മള് വീഡിയോ എടുത്ത് അവരെവിടെയെങ്കിലും പോകും. ഞങ്ങളങ്ങനെ ആൾക്കുർത്തി കൂടെ നടന്നത് പള്ളിയുടെ മുമ്പിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇത് 1848 ഈ പള്ളി നിർമ്മിക്കപ്പെട്ടത്. അതിനുശേഷം ഈ പള്ളി തകർന്നു പോവുകയും പിന്നീട് 1902 ഈ പള്ളിയുടെ സെയിം സ്ഥലത്ത് തന്നെ ഇത് പള്ളി പുനർനിർമ്മിക്കപ്പെടുകയാണ് ചെയ്തത്. അപ്പോൾ അതിനുശേഷം ഞങ്ങളിത് പള്ളീൻ്റെ അകത്ത് കയറി അവിടെ പ്രാർത്ഥന നടക്കുമായിരുന്നു. ഇരുന്നോ ഇവിടെ നോക്കേ. ഞങ്ങൾ പള്ളിയിൽ പ്രാർത്ഥിച്ച് പുറത്തിറങ്ങുകയാണ്. അപ്പോൾ ഈ പള്ളിയുടെ ആർക്കിടെക്ചറൊക്കെ കണ്ടില്ലേ, അതൊരു വെസ്റ്റേൺ ആർക്കിടെക്ചറൽ രീതിയിലാണ് ഈ പള്ളി മുഴുവനായിട്ട് പണിതിരിക്കുന്നത്. പിന്നെ ഈ പള്ളിയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഇന്ത്യയിലെ ഒരേ ഒരു കാത്തലിക് ബ്രിട്ടീഷ് വൈസ്രോയി ആയിരുന്ന ലോർഡ് റിപ്പൺ ഈ പള്ളി സന്ദർശിച്ചിട്ടുണ്ട്. അതും കൂടി ഈ പള്ളിയുടെ ഒരു പ്രത്യേകതയാണ്. ഇതൊക്കെ പള്ളിയുടെ പുറത്തുനിന്നുള്ള കാഴ്ചകളാണ്. ഇനി ഇവിടെ സൈഡിൽ ഒരു പുൽക്കൂട്, വലിയ പുൽക്കൂട് നിർമ്മിച്ചിട്ടുണ്ട്. പിന്നെ ഒരു മാതാവിൻ്റെ ഒരു ഗ്രോട്ടോയുണ്ട്. നമുക്കതും കൂടി കാണാം. കുഞ്ഞു കണ്ട ഉണ്ണീശോ കിടക്കുന്നത്. ഉണ്ണീശോൻ്റെ അച്ഛൻ, അമ്മ, ജീസസ് ക്രൈസ്റ്റ് കുഞ്ഞായിരിക്കുമ്പോൾ ഉള്ളതാണ് അത്. കേട്ടോ, ബേബി ചാച്ചന്ന് ബേബിൻ്റെ അച്ഛൻ, അമ്മ, ഇതൊക്കെ അതാ ഷീപ്പ്, ഏഞ്ചൽസൊക്കെ ബേബിനെ ഹെൽപ്പ് ചെയ്യാൻ വന്നേ. കണ്ടോ, ഇവരൊക്കെ ബേബിനെ ഹെൽപ്പ് ചെയ്യാൻ വന്നാണ്. ഓക്കെ, അതാ ഏഞ്ചൽ ഇത് അവിടെ നിൽക്കുന്നുണ്ടോ. ഇവിടെ രണ്ട് സൈഡിൽ ഓരോ ഏഞ്ചൽ കണ്ടോ, പിങ്ക് ബ്ലൂ ഡ്രസ് ഇട്ടിട്ട്. ഓക്കെ, അത് ഓക്കെ. ഇന്നലെ രാത്രി ജനിച്ചു 12 മണിക്ക്. കണ്ടോ, അപ്പോൾ അത് ഷീപ്പിൻ്റെ ഷെഡാ. ആ ഷീപ്പിൻ്റെ ഷെഡിലാണ്. ആക്ച്വലി അല്ല, കുറേ വർഷങ്ങൾക്ക് മുമ്പേ ജനിച്ചത് നമ്മൾ ഫിനിഷ് ചെയ്യുന്നത്.
ओके ഷെപ്പേർഡ് ഓക്കെ ഏതാണ് വേറെ ബേബിനെ പിടിച്ചത് അയാള് ഷെപ്പേർഡിന്റെ ബേബി അത് കണ്ടോ. ഇത് ജീസസ് ക്രൈസ്റ്റിന്റെ ഫാദർ, അത് മദർ. ഇനി ഈ പുൽക്കൂട് ക്രിസ്മസിൻ്റെ സമയത്ത് വേണ്ടി മാത്രം താൽക്കാലികമായി ഉണ്ടാക്കിയതാണ്, അത് നിങ്ങൾക്കറിയാമല്ലോ. അപ്പോൾ അതിന് തൊട്ട് വലത് ഭാഗത്തായിട്ട് മാതാവിൻ്റെ ഒരു ഗ്രോട്ടോ ഉണ്ട്, അത് പെർമനൻ്റ് ആയിട്ട് അവിടെ ഉള്ളതാണ്. അപ്പോൾ ഗ്രോട്ടോ എന്ന് പറഞ്ഞാൽ അറിയാത്തവർക്ക് വേണ്ടി പറയുന്നതാണ്, ഒരു ആർട്ടിഫിഷ്യൽ കേവാണ് ഗ്രോട്ടോ എന്ന് പറയുന്നത്, ആർട്ടിഫിഷ്യൽ ഗുഹ. അപ്പോൾ അതിനകത്ത് മാതാവിൻ്റെ രൂപം വെച്ചിട്ട് മാതാവിൻ്റെ ഗ്രോട്ടോ ഉണ്ട്. അപ്പോൾ അവിടെ ആൾക്കാർ മെഴുകുതിരിയൊക്കെ കത്തിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ വരുന്ന വഴിയിൽ നിറയെ മെഴുകുതിരിയൊക്കെ വിൽക്കാൻ വെച്ചിട്ട് കണ്ടിട്ടുണ്ടായിരുന്നില്ലേ. അപ്പോൾ ഇവിടെ കർത്താവിൻ്റെ 10 കൽപ്പനകളൊക്കെ ഹിന്ദിയിൽ എഴുതി വെച്ചിട്ടുണ്ട്. എന്തൊക്കെ ചെയ്യാം ചെയ്യരുത് എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ അവിടെ ഹിന്ദിയിൽ എഴുതി വെച്ചിട്ടുണ്ട്. 3 ഭാഗത്തായിട്ട് ആൾക്കാർ മെഴുകുതിരി കത്തിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്. നമ്മളും കുറച്ച് സമയം അവിടെ മുട്ടുകുത്തി പ്രാർത്ഥിച്ചിട്ട് ഇനി തിരിച്ചു പോകാമെന്ന് വിചാരിക്കുകയാണ്. ഞങ്ങൾ മാതാവിൻ്റെ അടുത്തും പ്രാർത്ഥിച്ചിട്ട് പുറത്തേക്ക് പോവാണ്. അപ്പോൾ നന്നായിട്ട് ലൈറ്റിംഗ് ഒക്കെ ചെയ്ത് നല്ല ഭംഗിയിൽ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ വർഷത്തെക്കാളും കുറച്ചും കൂടി നന്നായിട്ട് ചെയ്തിട്ടുണ്ട് ഈ വർഷം എന്നാണ് തോന്നുന്നത്. അതുപോലെ തന്നെ ആൾക്കാരുടെ തിരക്കുമായിരുന്നു, നല്ല തിരക്കുണ്ട്. നമ്മളിപ്പോൾ മാതാവിൻ്റെ അടുത്ത് തൊഴാൻ പോയപ്പോഴൊക്കെ അവിടെയൊക്കെ നല്ല ഉന്തും തള്ളുമായിരുന്നു, അത്രയും തിരക്കാണ്. അപ്പോൾ എന്തായാലും ഇനി നമുക്ക് പുറത്തേക്ക് ഇറങ്ങാം. ഞങ്ങൾ പള്ളിയുടെ കോമ്പൗണ്ടിന് പുറത്തെത്തി. ഇപ്പോൾ പുറത്തുനിന്നുള്ള കാഴ്ചയാണ്. ഇപ്പോൾ പുറത്തുനിന്നാണ് നമുക്ക് മുഴുവനായിട്ടുള്ള പള്ളിയുടെ വ്യൂ കിട്ടുന്നത്. ലൈറ്റ്സൊക്കെ വെച്ച് ഡെക്കറേറ്റ് ചെയ്തിട്ടുള്ള കോമ്പൗണ്ടിൻ്റെ അകത്തുമൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടാവും, നിറയെ ലൈറ്റ്സൊക്കെ വെച്ച് ഡെക്കറേറ്റ് ചെയ്ത്. അപ്പോൾ ഇവിടെ ഒരു ജീസസ് ക്രൈസ്റ്റിൻ്റെ രൂപം, അതിന് മുമ്പിൽ മെഴുകുതിരി കത്തിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ആൾക്കാർ അവിടെ മെഴുകുതിരി കത്തിച്ച് പ്രാർത്ഥിക്കുന്നൊക്കെ ഉണ്ട്. അപ്പോൾ അത് കണ്ടപ്പോൾ ഹനിക്കും മെഴുകുതിരി കത്തിച്ച് പ്രാർത്ഥിക്കണം. താങ്ക് യു. അവിടെ ഇവിടെ 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 അത് ഒരെണ്ണം കത്തിച്ച് ഇവിടെ വെക്ക്. അതിലും കത്തിക്ക്, രണ്ടും ആദ്യം ഒരെണ്ണം കത്തിക്ക്, എന്നിട്ട് ഒരെണ്ണം കത്തിക്ക്. കത്തിക്ക് അവിടെ വെക്ക്, റൈറ്റ് ഹാൻഡും കൊണ്ട് കത്തിച്ച് വെക്ക്. എന്താ അവിടെ വെച്ചോ, അവിടെ വെച്ചോ. ഹനി ഇങ്ങോട്ടൊന്ന് നോക്കിയേ, ഇങ്ങോട്ട് നോക്കി ചിരിച്ചോണ്ട്. എടാ കൈ കൊള്ളൂടാ. കൊടുക്കാം. എന്താ ഐസൻ കത്തിച്ചോ. അവിടെ വെച്ചോ, അവിടെ വെക്കേ. യെസ് വെച്ചോ ഹനെ.
ആ ആ ഞാൻ എൻ്റെത് കൊടുത്തു അവന്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് പ്രാർത്ഥിച്ചൊക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങിയത് ഇവിടെ ഞാൻ പറഞ്ഞല്ലോ നിറയെ കടകളൊക്കെ ഉണ്ട്. അപ്പോൾ ഹനിക്ക് കുറച്ച് ടോയ്സൊക്കെ വേണമായിരുന്നു, പിന്നെ കുറച്ച് സോക്സും അങ്ങനത്തെ ഇത്തിരി വിൻ്റർ ആക്സസറീസൊക്കെ വേണമായിരുന്നു. അപ്പോൾ ഞങ്ങൾ അതൊക്കെ വാങ്ങിക്കാൻ വേണ്ടി പോവാണേ. യൂണിക്കോൺ കിട്ടിയില്ലേ? ആ യൂണിക്കോൺ മത്സ്യം. ഏത് സാധനമാണോ? ഒരു മിനിറ്റ് ഒന്ന്. അതില്ലേ? താങ്ക് യു ഭയ്യ. നടന്നോ. അങ്ങനെ വാങ്ങിക്കാനുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോവാമെന്ന് വിചാരിച്ചിങ്ങനെ നടക്കുമ്പോഴാണ് ഈ ഗെയിം കണ്ടത്. റിങ് എറിയുന്നത്, പിന്നെ എന്താണ് ബലൂൺ ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ഹനിക്കാണെങ്കിൽ ആ ഗെയിമും കളിക്കണം. അങ്ങനെ അത് ഗെയിം കളിക്കുകയാണ്. ഗെയിംസ് കഴിഞ്ഞപ്പോഴത്തേക്കും ഇവിടെ താജുമൊക്കെ മോമ കഴിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അതിനകത്തൊന്നും ഇച്ചിരി കൈയിട്ട് വാരി അങ്ങനെ ഞങ്ങൾ കാറ് പാർക്ക് ചെയ്ത സ്ഥലത്തേക്ക് പോകണം. ഞാൻ പറഞ്ഞല്ലോ കുറച്ച് ദൂരെയാണ് വണ്ടി പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, കുറച്ച് ദൂരം നടക്കണം ഇനിയിപ്പോൾ പാർക്കിംഗ് സ്ഥലത്തേക്ക്. കിട്ടിയോ? അതിനേക്കാളും നല്ലത് ഈ കളറായിരുന്നില്ലേ, പിങ്ക്. അങ്ങനെ ഞങ്ങൾ വഴിയിൽ കണ്ട ഒരു ബലൂൺ വാല അങ്കിളിൻ്റെ അടുത്ത് നിന്ന് ഒരു തിളങ്ങുന്ന ബലൂണും വാങ്ങിച്ച് ഇത് തിരിച്ചു പോവാണ്. അപ്പോൾ ഇത്രയാണ് ഞങ്ങളുടെ ഹോളി റെഡീമർ പള്ളിയിലത്തെ ക്രിസ്മസ് സെലിബ്രേഷൻ വിശേഷങ്ങൾ. വഴിയിലവിടെ മധുരക്കിഴങ്ങ് പുഴുങ്ങിയത് വിൽക്കുന്നുണ്ട്. മൂന്നാതാ നോക്കുന്നത് എന്താണെന്നുള്ളത്. അപ്പോൾ അവർ ചക്രഗന്ധി എന്ന് വിളിച്ച് പറയുന്നുണ്ട്. അങ്ങനെ ഞങ്ങളിത് തിരിച്ചു പോവാണ്. അപ്പോൾ ഇന്നത്തെ ക്രിസ്മസ് വിശേഷങ്ങൾ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. പുതിയ വീഡിയോ ആയിട്ട്, പുതിയ യാത്രാവിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.